നെയ്യാണല്ലേ. നെയ്യാണ് നമ്മൾ പ്രധാനമായിട്ട്. എന്തിനാണ് ഈ നെയ്യ്ക്ക് ഇത്ര പ്രാധാന്യം? നമുക്കതൊന്ന് ചിന്തിച്ചിട്ട് പോവാം അല്ലേ. പ്രത്യേകിച്ചും മണ്ഡലമാസക്കാലം കൂടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും പ്രഭാതത്തിൽ നെയ്വിളക്ക് കൊളുത്തി. ഏറ്റവും ശ്രേഷ്ഠമായി ദൈവത്തെ തെളിയിക്കാൻ ഉപയോഗിക്കുന്ന ഉപാധിയാണ് നെയ്യ്. അതിനപ്പുറത്ത് വേറെ ഒരു എണ്ണയും ഇല്ല. അതുപോലെ തന്നെയാണ് ഭഗവാൻ അഭിഷേകം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ വസ്തുവാണ് നെയ്യ്. അതുകൊണ്ടാണ് നെയ്യ് അഭിഷേക പ്രിയനെ ശരണം പൊന്ന് അയ്യപ്പ എന്നൊക്കെ വിളിക്കുന്നത് അല്ലേ. നെയ്യ് അഭിഷേകത്തിനോടാണ് ഭഗവാന് പ്രിയം എന്നാണ് പറയപ്പെടുന്നത്. എന്താ ഭഗവാന് നെയ്യ് അഭിഷേകത്തിനോട് പ്രിയം? 3 ദിവസമായിട്ടേ മനസ്സും കൊണ്ടിരിക്കുക. ഇങ്ങനെ കളയാറായില്ലേ ഈ മനസ്സ്? ഇത് കളയാദ്യമേ. അത് കളയുന്ന നിമിഷം മുതലേ നമ്മൾ നേരെയാവുള്ളൂ. കളഞ്ഞേക്ക്. അപ്പോൾ ഇവിടെ നെയ്യെന്ന് പറയുന്നതിന് പ്രോസസ്സിങ്ങിൻ്റെ ഒരു പ്രക്രിയയുടെ അവസാനത്തെ ഫലമാണല്ലേ. നെയ്യെന്ന് പറയുന്ന ഒരു പ്രോസസ്സിങ്ങിൻ്റെ അവസാനത്തെ ഫലമല്ലേ. അത് കഴിഞ്ഞ് പിന്നെ അതിൽ നിന്ന് വേറൊരു പ്രോഡക്റ്റ് ഉണ്ടോ? ഒരു ഫലമുണ്ടോ? ഇല്ല. അപ്പോൾ അന്തിമ പോയിന്റിൽ നിൽക്കുന്നതാണ്. ഈ പ്രോസസ്സിങ്ങിൻ്റെ പദ്ധതി നമ്മൾ മനസ്സിലാക്കി നമ്മളിലുള്ള ബോധത്തെ ഉണർത്താൻ പ്രേരിപ്പിക്കുന്ന വസ്തുവായതുകൊണ്ടാണ്, മനസ്സിലാകുന്നുണ്ടോ, നെയ്യെ ഉപാധിയായി സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ദേവതാരാധനയ്ക്കൊക്കെ ഓരോ ദ്രവ്യങ്ങൾ സ്വീകരിക്കുന്നതും ആ ദ്രവ്യത്തിനെ ഉപാധിയാക്കി അറിവിനെ പകരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ദേവൻ അതങ്ങ് ഇഷ്ടമാണെന്നുള്ള അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. ദേവനെല്ലാം ഇഷ്ടമാണ്. പക്ഷേ നമുക്കൊരു ഒരു ഉന്നതമായൊരു ആശയം നമ്മളിലേക്ക് പകരാൻ, മനസ്സിലാവുന്നുണ്ടോ, ഉന്നതമായൊരു ബോധം, അറിവ് നമ്മളിലേക്ക് പകരാൻ നമ്മുടെ പൂർവികർ കണ്ടെത്തിയ മാർഗമാണ് ഇങ്ങനെയുള്ള ആചാരങ്ങളും അവയുടെ പദ്ധതികളും അവയ്ക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളും അല്ലേ. ആണോ? ആണെന്ന് തന്നെ നമ്മൾ ധരിക്കണം. അവിടെയാണ് നെയ്യുടെ പ്രോസസ്സ്. എന്താ? പാലിൽ നിന്നാണ് അല്ലേ തൈരുണ്ടാക്കി, തൈരിൽ നിന്ന് കടഞ്ഞ് വെണ്ണയെടുത്ത് വെണ്ണയെ ഉരുക്കി എന്താക്കി മാറ്റി? നെയ്യാക്കി മാറ്റി. ഇനി വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. എത്ര കാലം കഴിഞ്ഞാലും നെയ്യ് എന്താ? നെയ്യ് തന്നെയാണ്. ചിലപ്പോൾ കട്ടി പിടിക്കാൻ ചൂടാക്കിയാൽ വീണ്ടും അത് തന്നെയാണ്. മാറ്റമൊന്നും ഇല്ല. അതിൻ്റെ ഗുണത്തിന് കുറവും വരില്ല, കൂടുതലും വരില്ല. മനസ്സിലാവുന്നുണ്ടോ? പൂർണ്ണതയിലെത്തിയ വസ്തുവാണ്. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ പാലെന്ന് പറയുന്നത് നിങ്ങൾ വെള്ളവുമായിട്ടൊന്ന് ചേർത്ത് നോക്കേ. പാല് വെള്ളവുമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ആ പാലും വെള്ളവും തമ്മിൽ വേർതിരിക്കാതെ ഒന്നായി മാറില്ലേ? മാറുമോ? മാറത്തില്ലയോ? പാലും വെള്ളവും കൂടി ഒന്നായി മാറും, ഒന്നായി തീരും. ആ പാലിനയിൽ നിന്നെടുക്കുന്ന നെയ്യ് നിങ്ങൾക്ക് വെള്ളത്തിനോട് ചേർക്കാൻ തലകുത്തി നിന്നാൽ സാധിക്കുമോ? നിങ്ങൾ മിക്സിയിലിട്ടിട്ട് അടിച്ച് ചേർക്കാൻ നോക്കിയാൽ സാധിക്കുമോ? ഒന്നായി മാറുമോ? ഒരിക്കലും ആവില്ല. അപ്പോൾ ഒന്നിനോട് ചേർന്ന് കൂടിക്കലരുന്ന സ്വഭാവമുള്ള അതേ വസ്തുവിൽ നിന്ന് തന്നെ, മനസ്സിലാവുന്നുണ്ടോ, അതേ കൂടിച്ചേർന്ന ഏതിനോടാണോ അതിനോട് കൂടിച്ചേരാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു അല്ലേ. പാലായിരുന്നപ്പോൾ വെള്ളത്തിനോട് കൂടിച്ചേർന്ന വസ്തുവിനെ നെയ്യാക്കി കൊണ്ടുവന്നപ്പോൾ പിന്നെ വെള്ളത്തിനോട് കൂടിച്ചേരുമോ? അതിനോട് കൂടിച്ചേരാത്ത വസ്തുവാക്കി മാറ്റപ്പെട്ടു. നേരെ വിപരീത സ്വഭാവത്തിലുമായി. സ്വഭാവം വിപരീതമോ? നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാല് എന്നിട്ട് ഈ വിളക്കിലേക്ക് ഒഴിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും വിളക്കിൻ്റെ അവസ്ഥ? അണഞ്ഞു പോവും അല്ലേ. നേരെ മറിച്ച് ഒരു ഗ്ലാസ് നെയ്യ് അതേ പാലിൽ നിന്ന് തന്നെ എടുത്ത നെയ്യ് എടുത്തിട്ട് ഈ വിളക്കിലേക്ക് ഒഴിക്കാൻ പറഞ്ഞാലോ നല്ല തേജസ്സോടുകൂടി ഇതില്ലേ, നല്ല പ്രഭയോടുകൂടി, ഒരു അശുദ്ധി ഇല്ലാതെ നല്ല ദീപം നിന്ന് കത്തത്തില്ലേ. നെയ്യ് ദീപത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു പുകയുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, എപ്പോഴും നല്ല തെളിച്ചമുള്ളതാണ്, നിന്ന് കത്തും. അപ്പോൾ ഇതിൻ്റെ സ്വഭാവം വിപരീതമായി അല്ലേ. ഇടകലരുന്നതിലും വ്യത്യാസം വന്നില്ലേ. അപ്പം ഇവിടെ ആ പാലിനെ തൈരാക്കി മാറ്റി. അതാണല്ലോ ആദ്യം ചെയ്തത് അല്ലേ. അത് കഴിഞ്ഞിട്ട് അതിനെന്ത് ചെയ്തു? മത്ത് ഉപയോഗിച്ച് കടഞ്ഞു അല്ലേ. പണ്ടത്തെ കടയുന്ന മത്താണ്. ഇപ്പോൾ നമ്മൾ വേറെ യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാം. പണ്ട് മത്ത് ഉപയോഗിച്ച് വളരെ സ്പീഡിൽ കടയും. അത് വളരെ സ്പീഡിൽ കടയുമ്പോൾ നല്ല മഥനം നടക്കും. പാലാഴി മഥനം നടന്നണക്ക് തന്നെ ഇളകി മറിഞ്ഞ് ഒട്ടഞ്ഞ് തിരിഞ്ഞ് അതിൽ നിന്ന് എന്ത് ചെയ്യും? വെണ്ണ എവിടേക്ക് വരും? ഉയർന്നു വരും. മനസ്സിലായില്ലേ? അടിയിൽ കിടക്കുകയല്ലേന്ന്, വേറെ കലയും കിടക്കുകയല്ലെന്ന്, മുകളിലേക്ക് ഉയർന്നു വരും. ഉയർന്നു വരുന്ന വെണ്ണ എടുത്തിട്ട് വീണ്ടും ഇടുന്ന ഏതിനകത്തേക്കാണെന്ന് അറിയാം? ആദ്യമേ വെള്ളത്തിലേക്കാണ്.
മനസ്സിലാവുന്നുണ്ടോ? ആ വെള്ളത്തിലും എണ്ണ എങ്ങനെ കിടക്കും? പൊങ്ങിക്കിടക്കും. അതിനെ എടുത്തിട്ടാണ് പിന്നെ അഗ്നിയിലേക്ക് കൊടുത്ത് പൂർണ്ണ ജലാംശത്തെയും കളഞ്ഞ് ചെയ്യുന്നത്, നെയ്യാക്കി മാറ്റുന്നത്. ഇത് ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ നടക്കേണ്ട പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ്. മനസ്സിലായോ? ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ നടക്കേണ്ട പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ്. നമ്മളൊക്കെ സാധാരണ ജീവിക്കുമ്പോൾ, ലൗകികമായി ജീവിക്കുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനോടും കലങ്ങാറില്ലേ? എല്ലാത്തിനോടും കൂടിച്ചേരാറില്ലേ? ഇല്ലേ? എല്ലാ സുഖദുഃഖങ്ങളും കിട്ടുന്നതിനോടെല്ലാം ചേർന്ന് ഇതെൻ്റേതാണ് അതെൻ്റേതാണ് എല്ലാത്തിനെയും ചേർത്ത് പിടിച്ച് എല്ലാത്തിനോടും മോഹം വെച്ച് ആരോടും കൂടിച്ചേർന്നൊക്കെയല്ലേ നമ്മൾ സാധാരണഗതിയിൽ ജീവിക്കുന്നതല്ലേ? അല്ലേ? ആണോ അല്ലയോ? എന്താ? പാലിനെ പോലെയാണ്. ഏതിനോട് ചേർത്താലും അതിനോടൊക്കെ അങ്ങ് ചേരും. പാല് വെള്ളത്തിനോട് മാത്രമല്ല, ദ്രവ്യമായി ഏതിനോടും ചേരും. അങ്ങനെയുള്ള ആ അവസ്ഥയിൽ നിന്ന് ആത്മബോധത്തിലേക്ക് നമ്മളെ ഉയർത്തുകയാണ്. എങ്ങനെ ഉയർത്തണം? ജ്ഞാനമാകുന്ന, മനസ്സിലായില്ലേ? ആ ജ്ഞാനമാകുന്ന അറിവിനെ ചേർത്തുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം? ആദ്യമേ ഒന്ന് കട്ടിയാക്കണം, ഒന്ന് ഉറപ്പിക്കണം, ഒന്ന് ചെറുതാക്കി. പാലിനെ ഒന്ന് ഉറപ്പിക്കലല്ലേ തൈരാക്കുന്നത്, അല്ലേ? പാലിൻ്റെ അതേ കണക്ക് ലാഘവത്വം ഉണ്ടോ തൈരിന്? കുറേ കൂടെ ഒന്ന് കട്ടിയാവും, അല്ലേ? അപ്പോൾ ജ്ഞാനവും കൂടി ചേർന്ന് കഴിയുമ്പോൾ പാൽ ഒഴുകുന്ന കണക്ക് തൈര് ഒഴുകുമോ പെട്ടെന്ന്? മനസ്സിലായില്ലേ? പാല് എടുത്ത് തൈരാക്കി കഴിഞ്ഞാൽ തൈര് നിങ്ങൾ വെള്ളത്തിലേക്ക് ഇട്ടാലും പെട്ടെന്ന് കലരത്തില്ല, ഒന്ന് കലക്കേണ്ടി വരും ഒന്നുകൂടെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കുറച്ച് ഈ ഭൗതികമായ അഭിരുചികളിൽ നിന്നൊന്ന് വിട്ട് കൂടിച്ചേരാതെ അറിവ് കിട്ടുമ്പോൾ കുറേയൊക്കെ തിരിച്ചറിവ് വരും. അപ്പോൾ അതിനോട് ചേരാൻ പാടില്ല, ഇതിനോട് ചേരാൻ പാടില്ല, മനസ്സിലായില്ലേ? ദുർജനങ്ങളോട് ചേരാൻ പാടില്ല, അസത്യം ചെയ്യാൻ പാടില്ല, അധർമ്മം ചെയ്യാൻ പാടില്ല എന്നൊരു ബോധം ഉണ്ടാവും. അവിടെ നമ്മളൊരു തൈരിനെ പോലെയാവും. അവിടെ എന്ത് ചെയ്യണം? വിവേകബോധമാകുന്ന മത്ത്, ജ്ഞാനത്തിൻ്റെ ഒരു പടി കൂടാണ് വിവേകബോധം. മനസ്സിലാകുന്നുണ്ടോ? എന്താണോ യഥാർത്ഥ ശരി തെറ്റ് അതിനെ കണ്ടെത്താനുള്ള ബോധമാണ് വിവേകബോധം. അതാണ് മനുഷ്യനിൽ കൂടുതലുള്ളത്. ആ വിവേകബോധമാകുന്ന മത്ത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? കടയണം, മഥനം ചെയ്യണം, മതിക്കുക. അത് മനനം എന്ന് പറയാം. മനസ്സിൽ ചിന്തകൾ കൊണ്ട് നമ്മൾ ആ വിവേകബോധം കൊണ്ട് നമ്മളതിനെ കടയണം. ആ കടയുന്ന സമയത്ത് എന്തൊക്കെയാണോ വേർതിരിച്ച് മാറ്റേണ്ടത് അതിനെ മുഴുവൻ വേർതിരിച്ച് മാറ്റി മനസ്സിനെ ശുദ്ധമാക്കണം. മനസ്സിലായില്ലേ? ആ കടയുന്ന സമയത്ത് പുളിപ്പുള്ളതും പുളിപ്പില്ലാത്തതുമായ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യും? അടിയിൽ കിടക്കും. വേർതിരിച്ചു മാറ്റുമ്പോൾ മനസ്സ് ശുദ്ധമാകുന്നത് പോലെ തൈരിൽ നിന്ന് എന്തുണ്ടാവും? വെണ്ണയുണ്ടാവും. അതെന്ത് ചെയ്യും? മറ്റുള്ളതിൽ നിന്ന് വേറിട്ട് ഉയർന്നു നിൽക്കും. മനസ്സിലായോ? ഭക്തൻ അവൻ്റെ ജീവിതത്തെ ജ്ഞാനമാകുന്ന അറിവ് കൊണ്ട് ഘനീഭവിപ്പിച്ച് അതിനെ വിവേകബോധമാകുന്ന മത്തുപയോഗിച്ച് സ്വപ്രയത്നമാകുന്ന പരിശ്രമം കൊണ്ട് കടയണം. മനസ്സിലായില്ലേ? മത്ത് വെറുതെ എടുത്തു വെച്ചാൽ കടയുമോ? അതാണ് അവനവന് നന്നാവണമെങ്കിൽ അവനവൻ പ്രയത്നിക്കണം. സ്വപ്രയത്നമാകുന്ന മത്ത് ഉപയോഗിച്ച് കടയണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് കടഞ്ഞ് മഥനം ചെയ്യണം. കാരണം നമ്മുടെ ഉള്ളിലാണ് മഥനം നടക്കുന്നത്. വേറെ ആർക്കെങ്കിലും നമ്മുടെ ഉള്ളിൽ കയറി മഥനം ചെയ്യാൻ പറ്റുമോ? നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ തന്നെയാണ്. അപ്പോൾ ആ ചിന്തയ്ക്കാണെങ്കിൽ എന്ത് വേണം? അത്ര കൂടുതൽ നമ്മൾ ആ ചിന്തയിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങണം. അതാണ് മഥനം എന്ന് പറഞ്ഞത്. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. മനസ്സിലായോ? കൂടുതൽ അറിവ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ വർദ്ധിച്ചു വരും. അങ്ങനെ മഥനം ചെയ്യുമ്പോൾ വേണ്ടാത്തതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. കാരണം എന്താ? നമ്മൾ തന്നെയാണ് മഥനം ചെയ്തത്. വേണ്ടതിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ആ വേണ്ടത് ഉയർന്നു വരുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ എളുപ്പമല്ലേ? അല്ലേ? അടിയിൽ പോയി മുങ്ങി തപ്പണ്ട, ഉയർന്നു വന്നു. ശുദ്ധമായ മനസ്സിൻ്റെ പ്രതീകമാണ് വെണ്ണ. അതുവരെ അംഗീകരിച്ചു. വെണ്ണ അവിടെ വരെ വന്നു കേട്ടോ, മനസ്സിൻ്റെ പ്രതീകം. അതുകൊണ്ടാണ് മനസ്സിനെ സ്വീകരിക്കുന്നു എന്ന സങ്കല്പത്തിൽ, മനസ്സിലായില്ലേ? മാനസചോരനായ കൃഷ്ണൻ ഗോപികമാരുടെ മനസ്സിനെയാണ് സ്വീകരിച്ചതെന്ന് കാണിക്കാനാണ് ഭഗവാൻ ഗോപികമാരുടെ അടുത്ത് പോയി വെണ്ണ എടുത്തുകൊണ്ട് പോരുന്നത്. എന്നിൽ മനസ്സർപ്പിച്ച ഗോപികമാരുടെ മനസ്സിനെ ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിനോട് എനിക്ക് കാമനകളൊന്നുമില്ല. അതുകൊണ്ടാണ് വെണ്ണ എടുത്തു കഴിഞ്ഞാൽ കലം അടിച്ചങ്ങ് പൊട്ടിക്കും. കൃത്യമായ ഐഡൻറ്റിറ്റിയാണ്. ചില പോലീസുകാർ മോഷ്ടാക്കളെ പിടിക്കുന്നുണ്ടല്ലേ? മോട്ടിക്കാൻ കയറുന്ന വീട്ടിൽ ചില കള്ളന്മാർ കയറുമ്പോൾ അവരൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കും. മനസ്സിലായില്ലേ? ചിലർ മോട്ടിക്കാൻ കയറിയ ലൈറ്റ് ഇട്ടിട്ടേ തിരിച്ചു പോകത്തുള്ളൂ. അപ്പോൾ പോലീസ് അന്വേഷിക്കും, ലൈറ്റ് ഇട്ടിട്ട് പോകുന്നവൻ ആരാ? ലിസ്റ്റിലുള്ള 5 പേരുണ്ട്, അവന്മാരെ തപ്പും. ചില ആൾക്കാർ അടുക്കളയിൽ കയറി ഇരിക്കുന്നത് കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ചില ആൾക്കാർ പുറത്തുനിന്ന് മുട്ട മേടിച്ച് അകത്തുകൊണ്ട് ഓംപ്ലേറ്റ് അടിച്ചിട്ടേ പോകത്തുള്ളൂ.
ഇതൊക്കെ വെച്ചിട്ടാണ് പോലീസ്. കാരണം ഈ ചിലർ അറിയാതെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കും. നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ചില സ്വഭാവത്തിൽ ചില ശൈലികളുണ്ട്, ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പോൾ ഇതുപോലെയാണ് കൃഷ്ണൻ്റെ ഒരു പ്രത്യേകത. വെണ്ണ എടുത്താൽ അത് കൃഷ്ണനാണെന്ന് ഉറപ്പിക്കുന്നതിന് ഒന്നുകൂടി ഒരു ഉറപ്പിക്കലെന്ന് പറയുന്നത് ആ കലം പൊട്ടിച്ചിരിക്കും. എന്താ കാരണം? ശരീരത്തിനോട് എനിക്ക് മോഹമില്ല. അതാണ് ഭഗവാൻ കൃഷ്ണൻ ഒരിക്കലും, അല്ലേ, നമ്മൾ 16,008 കെട്ടിയെന്നൊക്കെ പറയുന്നു, അതിന് വേറെ അർത്ഥമുണ്ട് എങ്കിലും പറയുന്നു. എങ്കിലും എന്തേ ഈ ഗോപികമാരെ ആരെയും ഭഗവാൻ കെട്ടാതെ പോയത്? അവിടെയാണല്ലോ രാധയും ഒക്കെ ഉള്ളത്. മനസ്സിലായില്ലേ? അവരോട് ഒരിക്കലും ഭൗതിക കാമന ആർക്കുണ്ടായില്ല? ഭഗവാൻ ഉണ്ടായില്ല. ആത്മബന്ധമായിരുന്നു. അതുകൊണ്ട് അവരെ മനസ്സിനെ സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഗോപികമാരെ, ശരീരത്തിനുള്ളിലല്ലേ മനസ്സ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ശരീരത്തിൻ്റെ പ്രതീകമാണ് കലം. അതിനെ ഞാൻ പൊട്ടിച്ചു. അതിനെനിക്ക് താല്പര്യമില്ല, കളഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിലുള്ള സുഖത്തെ ഞാൻ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിനെ എടുക്കുന്നതാണ് എനിക്ക് സുഖം. കാരണം നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ട്? ഭക്തിയുണ്ട്, നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ട്, നിങ്ങളുടെ മനസ്സിൽ സ്നേഹമുണ്ട്. അതാണ് ഭഗവാൻ വെണ്ണ അപഹരണം എന്ന് പറയുന്ന തത്വത്തിലേക്ക് പോയി നിൽക്കുന്നത്. ഇപ്പോൾ ആ ഒരു ഭാവം നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ആ ശുദ്ധമായ മനസ്സിൻ്റെ പ്രതീകമായി വെണ്ണ വന്നാൽ ആ വെണ്ണ എന്ത് ചെയ്യണം? ഭക്തിയാകുന്ന അഗ്നി കൊണ്ട്, മനസ്സിലായില്ലേ, അതിനെ ജ്വലിപ്പിച്ച് അതിനെ ഉരുക്കണം. ഭക്തിയാകുന്ന അഗ്നി ജ്വലിക്കണം നമ്മളിൽ. ആ ഭക്തിയാകുന്ന അഗ്നി നമ്മളിൽ ജ്വലിക്കും. അതിനെയാണ് ഉദ്ധവാഗ്നി എന്നൊക്കെ ഭാഗവതം പറയും. അതിങ്ങനെ ജ്വലിക്കണം. അത് ജ്വലിക്കുമ്പോൾ ഈ ശുദ്ധമായ മാനസം എന്തു ചെയ്യും? അത് ഉരുകി അതിൽ നിന്ന് എന്തെങ്കിലും കൂടി പോകാനുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ, ഇനി എന്തെങ്കിലും ജലാംശം ഉണ്ടെങ്കിൽ അതും കൂടി പോയിട്ടത് നെയ്യായി മാറും. അതായത് മനസ്സിൽ എന്നത് ഇല്ലാണ്ടായി അവിടെ ആത്മാവെന്ന ബോധമുണരും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അയ്യപ്പന് ആത്മാവിനെയാണ് ഞാൻ സമർപ്പിക്കുന്നത്. ഭക്തൻ തൻ്റെ ആത്മാവിനെ ഭഗവാന് സമർപ്പിച്ചു. അതുകൊണ്ടാണ് ആ നെയ്യ് നിറച്ച തേങ്ങ ആത്മാവിനെ സമർപ്പിച്ചാൽ ഈ ശരീരം പിന്നെന്താ? ആത്മാവ് വേറിട്ടാൽ നമ്മുടെ ശരീരം എന്താ? ജഡമാണ്, അല്ലേ? ആത്മാവ് വേറിട്ടാൽ ഈ ശരീരം ജഡമാണ്. അതിൻ്റെ പ്രതീകത്തിനാണ് ഭഗവാന് നെയ്യ് തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ നെയ്യ് ഭഗവാനിലേക്ക് പോകുന്നു എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം ജഡമാണ്. ആത്മാവില്ലാതെ, ആത്മാവാണ് ഈ ശരീരത്തെ നിലനിർത്തിയിരിക്കുന്നത്. ആ ആത്മാവിനെയാണ് ഞാൻ അറിയേണ്ടത്. ആ ആത്മാവിനെ അറിയാതെ ഈ ശരീരം കൊണ്ട് ജീവിച്ചിരുന്നിട്ട് യാതൊരു ഫലവുമില്ല. ആ ആത്മബോധത്തെ അറിയുകയാണ് ഒരു ഭക്തൻ തൻ്റെ ജീവിതത്തിൽ നേടേണ്ടതെന്ന് ശബരിമല തീർത്ഥാടനം പഠിപ്പിക്കുക. ആ ഭഗവാനിലേക്ക് ആത്മാവിനെ കൊടുത്താൽ ശരീരം ജഡമാണെന്നുള്ള ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട പാഠം പഠിപ്പിക്കുക. ആ ജഡമായ ശരീരത്തെ എന്ത് ചെയ്യണം? സംസ്കരിക്കണം. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വീട്ടുകാരവിടെ വെച്ചുകൊണ്ടിരിക്കുമോ? ആരെങ്കിലുമൊക്കെ വരാനുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് വെച്ചുകൊണ്ടിരിക്കും. അത് തന്നെ ഇപ്പോൾ അനാവശ്യമായി മാറി. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കൂടിപ്പോയാൽ ഒരു 6 മണിക്കൂറിനപ്പുറത്തേക്ക് ഇനി ആരുടെ എന്തൊക്കെ പറഞ്ഞാലും വെക്കാൻ പാടില്ല. ഒരിക്കലും ആ മരണപ്പെട്ട ആളിന് ഒരിക്കലും മുക്തി ഉണ്ടാവില്ല. കാരണം ശരീരത്ത് 10 വായുക്കളുണ്ട്. 10ാമത്തെ ധനഞ്ജയൻ എന്ന വായു ശരീരം വിട്ടു പോകണമെങ്കിൽ ശരീരം അതിനെ എന്ത് ചെയ്യണം? ശരീരത്തിന് രൂപമാറ്റം ഉണ്ടാവണം. മനസ്സിലായില്ലേ? ഇത് രൂപമാറ്റം ഉണ്ടാകാതെ ഇപ്പോൾ 2 പെട്ടിയുണ്ട്. ഒന്ന് ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഫ്രിഡ്ജെന്ന് പറഞ്ഞൊരു പെട്ടി, 2 ചത്ത് കഴിയുമ്പോൾ പിന്നെ വിടാതിരിക്കാൻ വേണ്ടി കിടത്താനൊരു പെട്ടി. ഈ 2ാമത്തെ പെട്ടി കിടത്തുന്നത് ഇപ്പോൾ ഒരു ഷോയായി മാറിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 6 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ പിതൃലോകത്തേക്ക് പോലും അവർക്ക് പ്രവേശനം കിട്ടില്ല. പിന്നീട് പ്രേതലോകത്ത് കിടന്ന് അലയണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിതൃമോക്ഷവും പിതൃമുക്തി എന്നൊക്കെ പറഞ്ഞ് പൂജയും ഹോമവും ഒക്കെ നടത്തി നടക്കേണ്ട ഗതികേട് വരും. ജീവിച്ചിരുന്നപ്പം മക്കളും കൊച്ചുമക്കളൊക്കെ കണ്ടില്ലേ? അവർ ആ കണ്ട ആൾക്കാർ ഇനിയിപ്പോൾ എത്രയോ ദൂരത്തായിരിക്കാം. ചിലപ്പോൾ അവർക്കൊന്ന് അവസാനം കാണണ്ടേ? മനസ്സിലുണ്ടല്ലോ അച്ഛനും അമ്മയും. മരിച്ചു പോയത് കൊണ്ട് നമ്മുടെ ആരെങ്കിലും അച്ഛനും അമ്മയും നമ്മളിൽ നിന്ന് ഇല്ലാണ്ടാവുമോ? അത്രേ ഉള്ളോ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും? ഒരു രൂപത്തിലൂടെയാണോ അച്ഛനും അമ്മയും അറിയുന്നത്? ആണോ? ഒരിക്കലുമല്ല. അപ്പം പിന്നെ ജീവൻ നഷ്ടപ്പെട്ടൊരു ജഡത്തെ മാത്രം നമ്മൾ അച്ഛനും അമ്മയും കാണുമ്പോൾ ജഡമായിരുന്നു അച്ഛനും അമ്മയും? അല്ല, ജീവനാണ്. ആ ബോധത്തിലേക്ക് എത്തിയാൽ ഒക്കെ സംഭവിക്കും. നമ്മുടെ ബോധം ഒന്ന് ഉയർത്തിയാൽ മതി. ഏത് ദുഃഖത്തെയും കടക്കാൻ ബോധത്തെ ഉയർത്തിയാൽ മതി, അറിവിനെ ഒന്ന് ഉയർത്തിയാൽ മതി. ഒരു 6 മണിക്കൂറിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇനി അഥവാ ഏറ്റവും കൂടിയാൽ ഒരു 12 മണിക്കൂർ, ഒരു ദിവസത്തിൻ്റെ പകുതി സമയം.
അതിനപ്പുറത്തേക്ക് പിന്നെ ആ ശരീരത്തെ വെക്കരുത്, അപ്പോഴേ ദഹിപ്പിക്കണം. ശരി, ഇവിടെ പറഞ്ഞു വന്നത് നിങ്ങളുടെ ഇഷ്ടം. ചില ആൾക്കാർക്ക് 4 ദിവസം വെച്ചിട്ട് കൊടുത്താലേ വിടാൻ പറ്റത്തുള്ളതൊക്കെയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, വിട്ടേക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ആ ആത്മാവിനെ ഭഗവാന് സമർപ്പിക്കുമ്പോൾ, അല്ലെ ആത്മാവിനെ അറിഞ്ഞ് ആത്മബോധത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ ശരീരം കേവലം ജഡം. അപ്പോൾ നമ്മളൊരു തിരിച്ചറിവിലേക്ക് എത്തണം. നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് നശ്വരമാണെന്നും ജഡമാണെന്നും അതിനുള്ളിലിരിക്കുന്ന ആത്മാവാണ് ശാശ്വതമെന്നും, അല്ലേ? നാശമില്ലാത്തത് എന്തിനു മാത്രമാണ്? നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഗതി പാവക എന്ന് ഗീതയിൽ ഭഗവാൻ പറയും. എന്തുകൊണ്ടാണ്? അസ്ത്രം കൊണ്ട് വധിക്കാൻ പറ്റാത്തതും, തീ കൊണ്ട് കത്തിക്കാൻ പറ്റാത്തതും, കാറ്റ് കൊണ്ട് പറത്താൻ സാധിക്കാത്തതും, ജലം കൊണ്ട് നനയ്ക്കാൻ സാധിക്കാത്തതും, ആകെയുള്ള നാശമില്ലാത്ത ഒന്നേ ഉള്ളൂ അർജുന, അത് ആത്മാവ് മാത്രമാണ്. നാശം എന്തിനാ ഉള്ളത്? കേവലം ശരീരത്തിന് മാത്രം. എങ്ങനെ? ഒരു വസ്ത്രം മാറി, മുഷിഞ്ഞ വസ്ത്രം മാറി പുതുവസ്ത്രം ഉടുക്കുന്നത് പോലെ മാത്രമാണ് ഈ മരണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ജനിച്ചപ്പോൾ ഈശ്വരൻ ഒരു വസ്ത്രം തന്നു നമുക്ക്, അതാണ് ഈ ശരീരം. മരിച്ചപ്പോൾ ഈ വസ്ത്രം പോയി. ഈ ആത്മാവ് നേരെ ചുരിദാറിൽ നിന്ന് ഇറങ്ങി എന്ത് ചെയ്തു? മിഡിയും ടോപ്പും ഇട്ടു. മിഡിയും ടോപ്പിൽ നിന്ന് ഇറങ്ങി പാൻറ്റും ഉടുപ്പ് ഇട്ടു. പാൻറ്റിൻ്റെ ഉടുപ്പ് ഇട്ടത് അത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി ബെർമൂഡ ഇട്ടു. മനസ്സിലായില്ലേ? ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആത്മാവ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, വസ്ത്രങ്ങൾ വീക്ഷിക്കപ്പെടും. നമ്മൾ ആരെങ്കിലും വൈകുന്നേരത്ത് പോയി ഇട്ടിരുന്ന വസ്ത്രം മുഷിഞ്ഞ് ഊരിയിടുമ്പം പൊട്ടിക്കരയാറുണ്ടോ? അയ്യോ എൻ്റെ തുണി പോയേ എന്ന് പറഞ്ഞ് കരയുമോ? നമുക്ക് ഊരിക്കളയുമ്പോൾ ഒരു സന്തോഷം, മുഷിഞ്ഞത് കളഞ്ഞു, അടുത്തെടുത്തിട്ടു. ഇതുപോലെയാണ് ആത്മാവ് പോകുന്നത്. പക്ഷേ ഇവിടെ ആത്മബോധമില്ലാത്തവൻ എന്തിനെക്കുറിച്ച് ഓർത്ത് കരയും? ശരീരത്തെക്കുറിച്ച് ഓർത്ത് കരയും, ദുഃഖിക്കും. അതാണ് ദേഹാഭിമാന ബോധികൾ. അജ്ഞാനികൾക്ക് മാത്രമാണ് ദേഹാഭിമാന ബോധം ഉള്ളത്. അതാണ് നമ്മൾ അസുരന്മാരുടെ കഥയൊക്കെ പറയുമ്പോൾ അസുരന്മാരെല്ലാവരും ആദ്യത്തെ വരം ചോദിക്കുന്നത് എന്താ? മരണം വരരുത്, മരണം വരരുത്, മരണം വരരുത്. മനസ്സിലായില്ലേ? ഈശ്വരൻ പറയും അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. എങ്ങനെങ്കിലും കൊല്ലാനുള്ള തരത്തിലൊരു വരം കൊടുക്കും, അവസാനം കൊല്ലിക്കുകയും ചെയ്യും. എന്നിട്ട് ഒരു പ്രത്യേക ലീലയാണ് ഭഗവാന്റെ. അപ്പോൾ ആ അജ്ഞാനത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോധത്തെ നമുക്ക് പകരും. അത് കഴിഞ്ഞാൽ ആ ജഡമാകുന്ന ശരീരം, അതിനെക്കുറിച്ച് നമ്മളൊക്കെ ഇപ്പോൾ ഈ ആത്മാവിനെക്കുറിച്ച് അറിയാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് മാർഗത്തിലൂടെയാണ് പോകുന്നത്. നേരെ മറിച്ച് ഈ നശിക്കപ്പെടുന്ന, ആ ചൈതന്യമില്ലാത്ത, എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടുന്ന ഈ ശരീരത്തെക്കുറിച്ചിട്ടാണെങ്കിൽ 24 മണിക്കൂർ ശ്രദ്ധയേ ഉള്ളൂ, ഇല്ലേ? എണീറ്റ് ഉടനെ കണ്ണാടിയിലൊന്ന് നോക്കും, ഇല്ലേ? നോക്കത്തില്ലേ? ഒന്ന് നോക്കും. ഇടയ്ക്ക് പൊട്ട് ലെവലാണോ എന്നൊന്ന് കൈകൊണ്ട് തൊട്ട് നോക്കും. മനസ്സിലായില്ലേ? പിന്നെയോ വയറ് നിറച്ച് കഴിച്ച് ശരീരത്തിന് ഉന്മേഷം വരണം, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ നശിക്കാത്ത ശാശ്വതമായ ആത്മാവിനെ ശ്രദ്ധിക്കാൻ നമ്മൾ സമയം മാറ്റിവെക്കാറില്ല. അപ്പോൾ നമ്മൾ ഏതിനെ യഥാർത്ഥത്തിൽ അറിയേണ്ടത്? ആത്മാവിനെയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഈശ്വരൻ. മുമ്പേ പറഞ്ഞില്ലേ, എവിടെയാണ് ഈശ്വരൻ? നിന്നിലാണ് എന്നിലാണ് ഈശ്വരൻ, നിന്നിലും എന്നിലും കുടികൊള്ളും പരം ഏകമാം ചൈതന്യമാണ്. അതാണ് നമ്മൾ അറിയേണ്ടത്. ആ ബോധത്തിലേക്ക് വന്ന ജഡം സംസ്കരിക്കുക. അതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ ആ തേങ്ങ പിന്നെ എന്ത് ചെയ്യും? ആഴിയിലിടും. മനസ്സിലാകുന്നുണ്ടോ? ഇന്നിപ്പോൾ പല ആൾക്കാരും മലയ്ക്ക് പോകുന്നവർക്ക് ഒരു ആഴി എന്തിനാ കത്തിക്കുന്നതെന്നറിയില്ല. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ? പണ്ട് ഈ വന്യമൃഗങ്ങളൊക്കെ വരുമ്പോൾ തീ കണ്ടാൽ അടുക്കാതിരിക്കുക. ഒന്നും അല്ല കേട്ടോ. ചിലർ പറയും തണുപ്പ് കാലമല്ലേ, മണ്ഡലമാസക്കാലം, അപ്പോൾ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുമല്ല. യഥാർത്ഥത്തിൽ ഈ ബോധത്തെ ഒരു വിദ്യാഭ്യാസമാണ് ക്ഷേത്രാരാധന. മനസ്സിലായല്ലോ? ചെറിയ ക്ഷേത്രം തൊട്ട് വലിയ ക്ഷേത്രം വരെ. ശബരിമല എന്ന് പറയുന്നത് ഒരു വലിയ സർവകലാശാല വിദ്യാഭ്യാസമാണ്. 18 പടിയുടെ തത്വവും നെയ്യുടെ തത്വവും ഒക്കെ നമ്മൾ പഠിച്ചാൽ പിന്നെ നമ്മൾ വലിയ പുരാണജ്ഞാനവും വേദാന്തമൊന്നും പഠിക്കണമെന്നില്ല. വേണ്ടും വണ്ണം പഠിക്കണം നമ്മൾ. അപ്പോൾ ആ നിലയിൽ വളരെ ഉന്നതമായ തലത്തിലുള്ള ജ്ഞാനമാണ്. അപ്പോൾ ആ പ്രതീകമാണ് ഇവിടെയും ഭഗവാന്റെ മുമ്പിൽ നമ്മൾ നെയ്വിളക്ക് കത്തിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഭഗവാനെ ഞാൻ എൻ്റെ ആത്മാവിനെ നിനക്ക് വേണ്ടി ജ്വലിപ്പിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എൻ്റെ ആത്മസ്മരണയെ, ആത്മതത്വത്തെ നിന്നിലേക്ക് ജ്വലിപ്പിക്കുന്നു. എൻ്റെ ആത്മതത്വത്തിലൂടെ എനിക്ക് നിന്നെ അറിയാൻ സാധിക്കൂ. അതുകൊണ്ട് ആത്മദീപമായി നീ എന്നിലുണ്ടാവണം. വിളക്ക് പുറത്താണ് കത്തിക്കുന്നതിന്, കൊളുത്തേണ്ടത് എവിടെയാണ്? ഉള്ളിലാണ്. ആത്മദീപമായി നീ എന്നിലൂടെ. നമ്മൾ ആത്മദീപം കൊളുത്തുമ്പോൾ മാത്രമേ ആരെ അറിയാൻ പറ്റൂ? ഈശ്വരനെ അറിയാൻ പറ്റൂ. ഈ ബോധത്തിൽ തന്നെയാണോ കത്തിക്കുന്നത്? ചതിക്കരുത്. ശംഭോ മഹാദേവ.
അപ്പോൾ ആ ഒരു പറഞ്ഞതിന് കൃത്യമായി മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തെ കൃത്യമായി നമ്മളിൽ കുടികൊള്ളുന്ന ചൈതന്യത്തെ തിരിച്ചറിയുന്നത് വരെ പരിശ്രമിക്കണം, അതിനെ നേടിയെടുക്കണം. ആ ആത്മസുഖം അനുഭവിക്കലാണ് ഈശ്വരസുഖം. മനസ്സിലാവുന്നുണ്ടോ? ഈ ആത്മസുഖത്തെ അറിയുന്നതാണ് ഈശ്വരാനുഭവം. അങ്ങനെ അറിയുന്ന ഭക്തനാണ് ശബരിമലയിൽ എത്തുമ്പോൾ മഹാവാക്യത്തിൻ്റെ പ്രതിദാനമായിട്ട് പ്രതീകമായി എന്താ? അത് നീ തന്നെയാകുന്നു. അയ്യപ്പൻ പറഞ്ഞില്ലേ, നീ ഞാനും രണ്ടല്ല. മനസ്സിലായോ? എപ്പോഴാ? ഇതിനെയൊക്കെ ഈ തലം അറിയുമ്പോൾ.